ദൈവത്തിൻ്റെ കരുണ ബഹുലമത്രേ, വിനീതർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുന്നു. പാറാസീറയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുണ ബഹുലമാണ്, അത് വിശാലമാണ്, അത് അതൃപ്തിയില്ലാത്തതാണ്, അതെല്ലാവരിലേക്കും പകരപ്പെടുന്നതാണ്, എല്ലായിടത്തുമുള്ളതാണ്. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: വിനീതർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുന്നു. വിനീത ഹൃദയത്തിൻ്റെ ഉടമകളാകണം, വിനയമുള്ളവരാകണം, അഹന്തയില്ലാത്തവരാകണം. അപ്പോൾ ദൈവം തൻ്റെ കരുണയാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ജോസഫ് ഒരുപാട് നിന്ദിക്കപ്പെട്ടവനാണ്, സഹോദരങ്ങളാലും ചുറ്റുപാട് നിന്നവരാലും. പക്ഷേ അവനിൽ വിനീത ഹൃദയമുണ്ടായിരുന്നല്ലോ. ആ വിനീത ഹൃദയമുള്ളത് കൊണ്ട് തന്നെ അവനെ ദൈവം നിരന്തരം കടാക്ഷിക്കുകയും അവന് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നുവല്ലോ. ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ട് തന്നെ സഹോദരങ്ങൾ മുറിവേൽപ്പിച്ച് കുഴിയിൽ തള്ളിയിട്ട് അടിമയായി വിറ്റുകളഞ്ഞവനെ മിസ്രയീം രാജ്യത്തിൻ്റെ രാജാധികാരത്തിനടുത്ത സ്ഥാനത്ത് ദൈവം ദീർഘവർഷങ്ങൾ ഇരുത്തിയല്ലോ. വിനീതരെ അവൻ കാണുന്നു, അവൻ കടാക്ഷിക്കുന്നു, അവൻ കൈപിടിച്ച് നടത്തുന്നു, ഉയർത്തുന്നു എന്ന് തിരിച്ചറിയുക. അഹന്ത വെടിഞ്ഞ് ദൈവപക്ഷത്തേക്ക് ചേർന്ന് നിൽക്കാൻ നാം മനഃപൂർവ്വം തീരുമാനിക്കുന്നുവെങ്കിൽ ഈ കരുണ നമ്മുടെ മേൽ പൊതിഞ്ഞു നിൽക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.